ഹലോ ഗൈസ്, അങ്ങനെ സാംസങ്ങിന്റെ അടുത്ത വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് വരാൻ പോവാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. കുറച്ച് ലേറ്റ് ആവും ഇങ്ങനെ പറഞ്ഞ്. എല്ലാ പ്രാവശ്യവും ജനുവരിയിലാണ് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തെ ജനുവരി 22-നായിരുന്നു ഇറങ്ങിയിരുന്നത് 2025. ഈ വർഷം ജനുവരിയിൽ നിന്ന് ഫെബ്രുവരിയിലോട്ട് മാറും, മാർച്ച് വരെയൊക്കെ പോകും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എഡ്ജ് എന്ന് പറഞ്ഞ സീരീസ് അവർക്ക് കഴിഞ്ഞ വർഷം നല്ലൊരു സെയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ അത് ഈ വർഷം അവർ കൊണ്ടുവരാനിരുന്നതായിരുന്നു. കാരണം ആപ്പിളിൻ്റെ എയറിന് എതിരെ S26 എഡ്ജ് കൊണ്ടുവരാനിരുന്നതാണ്. അപ്പോൾ അത് ചിലപ്പോൾ മാറ്റുമെന്ന് ഇങ്ങനെ ഒരു റൂമർ കേട്ടു. ചിലപ്പോൾ മാറ്റും എന്നാണ് പറയുന്നത്. മിക്കവാറും അതിന് പകരം S26 പ്ലസ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് വിടുക. നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണണ്ടേ. നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ S26 ഈ വർഷം S26, S26 പ്ലസ്, S26 അൾട്ര ഇങ്ങനെ 3 എണ്ണം ആയിരിക്കും വരാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ എഡ്ജ് അവിടെ മാറിയിട്ട് പ്ലസ് എടുത്ത് കളഞ്ഞു. കാരണം പ്ലസ്സിന് വലിയ സെയിലൊന്നും നടക്കാത്തതുകൊണ്ട് അവരെ പ്ലസ് ചേഞ്ച് ചെയ്തിട്ട് എഡ്ജ് വെക്കാമെന്ന് വെച്ചിരുന്നു. പക്ഷേ എഡ്ജിനകത്ത് അതിലും താഴെ സെയിൽ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്ലസ് തന്നെ വീണ്ടും കൊണ്ടുവരും മിക്കവാറും. ബാറ്ററിയിലൊന്നും വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നില്ല. നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ S26 അൾട്രയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷം അൾട്രയിൽ എന്തായാലും നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 5 എന്ന് പറഞ്ഞ പ്രോസറായിരിക്കും വരാൻ പോകുന്നത്. പ്രോസർ വിത്ത് സാംസങ് ട്യൂണിങ്, സാംസങ്ങിന് വേണ്ടി സ്പെഷ്യലിസ്റ്റ് ട്യൂൺ ചെയ്ത പ്രോസറുമായിട്ടാണ് വരാൻ പോകുന്നത്, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ. അപ്പോൾ എന്തായാലും ഒരു ആൻറ്റിറ്റ്യൂ ബെഞ്ച് മാർക്സിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും വരുമ്പോൾ നോക്കാം. പിന്നെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിലാണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ iQൻ്റെ 15 ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന ഒരു M14 എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേ ഉണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ. അത് തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നു, വിത്ത് ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങിൻ്റെ 3rd ജനറേഷൻ. പിന്നെ ഇവിടെ നമുക്ക് പ്രൈവസി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. സൈഡിൽ നിന്നും നോക്കിയാലും നമുക്ക് ഇനി ഫോണിൽ എന്താണ് തോണ്ടുന്നതെന്നുള്ളത് കാണാൻ സാധിക്കില്ല. അതൊരു അഡ്വാൻറ്റേജ് ഫീച്ചറാണ്. ഇത് വരും എന്നിങ്ങനെ പറയുന്നു. അതുകൂടെ വന്നാൽ നമുക്ക് നല്ലൊരു പ്രൈവസി പ്രൊട്ടക്ഷൻ കൂടെ കിട്ടും. അപ്പോൾ ഇനി നേരെ ബാക്കിൽ നിന്ന് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ അതൊരു നല്ല ഫീച്ചറാണ്. ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങിൻ്റെ 3rd ജനറേഷൻ. ഇപ്പോഴും ആപ്പിളിന് പോലും സാംസങ്ങിൻ്റെ S25 ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങിൻ്റെ അടുത്ത് വരാൻ പറ്റിയിട്ടില്ല പല ഡിവൈസിന്. അപ്പോൾ എന്തായാലും ഇവർ തന്നെയാണ് അടുത്ത 3rd ജനറേഷൻ ആൻറ്റി ഗ്ലെയർ കോട്ടിങ് കൊണ്ടുവരാൻ പോകുന്നത്. വർഷം അൾട്രയിൽ 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്, വിത്ത് QHD ഡിസ്പ്ലേ. 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റുമായിട്ടാണ് ഈ വർഷം വരാൻ പോകുന്നത്. കുറേ മാറ്റങ്ങളുണ്ട്, അതിലൊന്നാണ് ഈ 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്. പ്ലസ്സിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ S23 സെയിം സൈസ് തന്നെ, 6.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ. S25 പ്ലസ് എന്ന് പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ. ഇതിൽ രണ്ടിലും ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ് കാണാൻ സാധ്യതയില്ല. മിക്കവാറും ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ് പ്ലസ്സിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. S25 ഇല്ല. S25 പ്ലസും അൾട്രയിലും ഈ വർഷം ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിംഗ് ഉണ്ട്. അത് പ്രൈവസി പ്രൊട്ടക്ഷൻ എനിക്ക് തോന്നുന്നു അൾട്രയിൽ മാത്രമേ കാണത്തുള്ളൂ. S26 എന്ന് പറഞ്ഞാൽ 6.2 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സെയിം അത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ. S26 പ്ലസ്സിൽ വരാൻ പോകുന്നതും QHD ഡിസ്പ്ലേ ആണ്. നമുക്ക് സെയിം അൾട്രയിലുള്ള അതേ റെസൊല്യൂഷൻ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അൾട്രയിൽ അത് മിക്കവാറും പ്ലസ്സിലും കാണും എന്നാണ് പറയുന്നത്. പിന്നെ ഒരു സങ്കട വാർത്ത, S26ഉം S26 പ്ലസ്സിലും എക്സിനോസിൻ്റെ 00 എന്ന് പറഞ്ഞ പ്രോസസ്സറായിരിക്കും വരാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പ്രോസസ്സറാണ്, പക്ഷേ അത് ക്യാമറയിൽ അത്ര ഇമേജ് പ്രോസസ്സിങ് വരുന്നില്ല. അതുകൊണ്ട് പലർക്കും അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഹീറ്റിംഗ് ഇഷ്യൂ പല കാര്യങ്ങളും കൊണ്ട് പഴയ എക്സിനോസിനെ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ. കാരണം ഒരു 3-ാം 4-ാം സ്ഥാനത്തെങ്കിലും വരും. 8 ഫസ്റ്റ് ജനറേഷൻ്റെ അതിൻ്റെ മണ്ടയ്ക്ക് നിൽക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിന്നായിരുന്നു. ഈ വർഷം അതിൻ്റെ മണ്ടയ്ക്ക് എന്തായാലും പോകും. പക്ഷേ ഹീറ്റിംഗ് ഇഷ്യൂ, നല്ല രീതിയിൽ കൂളിംഗ് ഒക്കെ കൊടുത്താൽ നല്ലതാണ്. പിന്നെ ബാറ്ററി വരുന്നത് S25 അൾട്രയിൽ വരാൻ പോകുന്നത് 5000 mAh ബാറ്ററി. സിലിക്കൺ കാർബൺ ഇവർ ഈ വട്ടവും കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഒരു 5000 നിന്ന് ഒരു സിലിക്കൺ കാർബണിലോട്ട് മാറാവുന്ന കാലഘട്ടമായി. സാംസങ് എന്തുകൊണ്ടത് മാറുന്നില്ലെന്ന് പറയുന്നില്ല. അമേരിക്കൻ കമ്പനിയല്ലേ, അതുകൊണ്ടായിരിക്കാം അവരുടെ ഓരോ സ്ട്രാറ്റജികളല്ലേ. ഇനി ആപ്പിൾ എന്ന് മാറുന്നു അപ്പോഴത്തേക്കേ മാറത്തുള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഈ വട്ടം 5000 mAh ബാറ്ററിയാണ്. അത്യാവശ്യം ഒരു 6-7 മണിക്കൂർ S25 അൾട്ര നിൽക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ കൂടുതൽ നിന്നു, അത്രേ ഉള്ളൂ. മറ്റേ 4500 mAh ബാറ്ററി അല്ലേ. പിന്നെ വരുന്നത് പിന്നെ ഈ വർഷം ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അൾട്രയിൽ 60
വാൾട്ടിന്റെ ചാർജർ എന്തായാലും കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എക്സ്പാൻഡിന്റെ ബാക്കിലത്തെ ആ ബട്ടന്റെ ഡിസൈൻ ചേഞ്ച് ആയിട്ടുണ്ട്, അത് ലീക്ക് ആയിട്ടുണ്ട്. അതെന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ സെൻസറിനേക്കാളും കുറച്ചുകൂടെ വലിയ സെൻസർ ആയതുകൊണ്ട് വലിയൊരു വട്ടം വരാൻ അവിടെ സാധ്യതയുണ്ട്. അത് 25mm 23mm ആണ്. കുറച്ചുകൂടെ ക്വാളിറ്റി കൂടാൻ വേണ്ടിയാണ് അവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിലിംഗ് വരാം. ഇപ്പോഴത്തെ ഐഫോണിൽ മാറ്റം വന്നില്ല ഫ്രണ്ട് ക്യാമറ, അതുകൊണ്ട് സാംസങ്ങും അവിടെ മാറ്റം ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെൻസർ വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ക്യാമറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ക്യാമറ വരുമ്പോൾ അതിൽ 200 മെഗാപിക്സലിൻ്റെ പുതിയ സെൻസറാണ് സാംസങ്ങിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. G80യുടെ ന്യൂ സെൻസറാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം നമ്മളിപ്പോൾ വരാൻ പോകുന്ന റിയൽമിയുടെ GT8 പ്രോയിലുണ്ട്, വിവോ X300 പ്രോയിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതേ സെൻസർ തന്നെയാണ് ഇവിടെയും വരുന്നത്, സാംസങ്ങിന്റെ സെൻസർ. അപ്പോൾ എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള സെൻസറാണ്. ഈ വർഷത്തെ മെയിൻ സെൻസർ അതാണ് വരുന്നത്. പിന്നെ ഒരു 50 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. പിന്നെ ഒരു 10 മെഗാപിക്സൽ എക്സിന്റെ ഒപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. പിന്നെ ഒരു 50 മെഗാപിക്സലിന്റെ ക്യാമറയും കൂടെ വരുന്നുണ്ട്. ഇത്രയാണ് ക്യാമറ സ്പെക്സ് വരുന്നത്. 8K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. 4K 120 FPS സപ്പോർട്ട് ചെയ്യും ഈ വർഷം. ബാക്കിയുള്ള എല്ലാ ബ്രാൻഡുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും സിനിമാറ്റിക് ആയിട്ട് 10 ബിറ്റ് ലോഗിൽ നമുക്ക് എടുക്കാം. 4K 60 പോർട്രേറ്റ് മോഡും വരുന്നുണ്ട്, അതും ഒരു അഡ്വാൻറ്റേജ് ആണ് വരുന്നത്. 4K 30 FPS നമുക്ക് പോർട്രേറ്റ് മോഡ് ഉള്ളതെന്നുള്ളൂ. ഈ വട്ടം 4K 60 FPS നമുക്ക് പോർട്രേറ്റ് മോഡ് വീഡിയോസ് എടുക്കാം, സിനിമാറ്റിക് ആയിട്ടുള്ള പോർട്രേറ്റ് മോഡ് എടുക്കാം. ഫ്രണ്ടിൽ 4K 60 തന്നെ വരുന്നുള്ളൂ, അവിടെയും പോർട്രേറ്റ് അവൈലബിൾ ആണ് 30ൽ. പിന്നെ One UI 9 വരാൻ പോകുന്നത്. അപ്പോൾ ചാടുന്നിടത്തോളം അതേപോലെ കാണിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുവാണ്. എന്തായാലും ഓറഞ്ച് കളർ ഇപ്പോൾ വരുന്നുണ്ട്, ബ്രിക്ക് ഷേപ്പിൽ ഓറഞ്ച് കളേഴ്സിൽ. പിന്നെ സാംസങ്കാർക്ക് ഓറഞ്ച് കളർ അവൈലബിൾ ആണ്. പക്ഷഭേദം ഒന്നും കാണിക്കുന്നില്ല. ആപ്പിളിന്റെ ഒട്ട് മാക്സേഫ് ചാർജർ ഈ വട്ടം കാണാൻ സാധ്യതയുണ്ട്. അത് കവറിലാണോ ഫോണിന്റെ ബാക്കിലാണോ നടത്തില്ല, എന്തായാലും ഈ വർഷം അത് കാണാൻ സാധ്യതയുണ്ട്. കുറെ ഫീച്ചേഴ്സുമായിട്ടായിരിക്കും വരാമെന്ന്. ഗുഡ് ലോക്കിൽ കുറെ കസ്റ്റമൈസേഷൻ, കുറെ കൂടെ ഫ്ലൂയിഡ്. ഇപ്പൊ മറ്റുള്ള കളർ OS ആയാലും, റിയൽമി OS 7 ആയാലും, കളർ OS ആയാലും, ഓക്സിജൻ OS 16 ആയാലും, വിവോയുടെ ഒറിജിൻ OS വന്നാലും സാംസങ്ങിന്റെ തട്ട് എപ്പോഴും മണ്ടയ്ക്ക് തന്നെ നിൽക്കും. ആൻഡ്രോയിഡിൽ ഒരു 1 ഓഫ് ദി ബെസ്റ്റ് OS എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്പർ 1 സാംസങ്, സെക്കൻഡിൽ മാത്രമേ കളർ OS ഒറിജിൻ OS അങ്ങനെ പോകത്തുള്ളൂ. ഇപ്രാവശ്യം അവരെല്ലാം ഇമ്പ്രൂവ് ചെയ്തപ്പോൾ സാംസങ് അതിന്റെ ജമ്പിൽ എന്തായാലും ജമ്പ് ചെയ്യും. നല്ല രീതിയിലുള്ള ഫ്ലൂയിഡിറ്റി കാണും ഈ വട്ടം. പ്രൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 1,50,000 അകത്ത് നിൽക്കുക. 1,43,000 ആ റേഞ്ചിൽ എന്തായാലും പോത്തുള്ളൂ. അതിൻ്റെ അണ്ടറിൽ അൾട്ര നമുക്ക് അവൈലബിൾ ആയിരിക്കും. എന്തായാലും S20 പ്ലസ് 90,000 1 lakhനകത്ത് നിൽക്കും. എന്തായാലും S26 70,000 rupees നമ്മുടെ OnePlusന്റെ 15ന്റെ കൂടെ ഒക്കെ മത്സരിക്കാൻ എന്തായാലും അവിടെ തന്നെ കാണും. എന്തായാലും നമുക്ക് വരുമ്പോൾ നോക്കാം. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.